തഴയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തഴയപ്പെട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും തഴയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ പറഞ്ഞതും തന്നെയാണ്. ഞാൻ മാത്രമല്ല, തഴയപ്പെട്ട വേറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ബേസിസ് എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തായിരിക്കും ബേസിസ്? ഇപ്പൊ കാണാൻ കൊള്ളൂല എന്ന് അവർ വിചാരിക്കുന്നത് കൊണ്ടാണോ എന്നുള്ള സംഭവം എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മാറണം. അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ബേസിക്കലി എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എടുത്താൽ തന്നെ ഒരു നിറം കുറഞ്ഞ അല്ലെങ്കിൽ നല്ല തടിയുള്ള അങ്ങനത്തെ ആൾക്കാരെയൊന്നും എടുക്കുന്നില്ല. ബ്യൂട്ടീന്റെ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു 90-80% അങ്ങനെയാണ്. എൻ്റെ എസ്തെറ്റിക്സ് അങ്ങനെയാണ്. എനിക്ക് ഒരിക്കലും കളറിലോ അല്ലെങ്കിൽ ഫിഗറിലോ ഒന്നും എൻ്റെ ഭംഗിയുടെ കോൺസെപ്റ്റ് അങ്ങനെ കുടുങ്ങി കിടക്കാറില്ല. അപ്പൊ അത് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. ഞാനത് വേണ്ട വിധത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും നിറത്തിനെ പറ്റിയിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും പറയും മനില. കാരണം അത് അറിയേണ്ടതാണ്. ചെറുപ്പത്തില് സംഭവിച്ച കാര്യങ്ങളല്ലേ, എന്തിനാ ഇപ്പൊ അത് ആലോചിക്കുന്ന ചോദിച്ചാൽ ഇപ്പോഴും അത് അനുഭവിക്കണ കുട്ടികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് കാണുന്നത് മുഴുവൻ അങ്ങനെയല്ലേ? കുട്ടികളെ മനസ്സിൽ പോലും അല്ലാന്ന്, വലിയ ആൾക്കാരെ മനസ്സിൽ. അതുകൊണ്ട് എല്ലാവരുടെയും ഉണ്ട്. കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ എത്ര മെയിൽസ്. നമ്മളിപ്പോഴും കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് കളറുണ്ടോ, ചെവി കറുത്തിട്ടാണോ ചെവി കറുത്തിട്ടാണോ എന്നൊക്കെ. ഞാൻ കുഞ്ഞുണ്ടായപ്പോ ഫസ്റ്റ് ചോദിച്ചത് അതാ. കാരണം എന്റെ ഹസ്ബൻഡ് വെളുത്തിട്ടാ. അപ്പൊ ആ സമയം എനിക്ക് അയ്യോ എന്റെ മോള് കറുത്തു പോകുന്നുള്ള ടെൻഷൻ. എന്തിനാന്നറിയോ? വേറൊന്നിനുമല്ല, ഞാൻ ആ അനുഭവിച്ച സംഭവങ്ങളൊക്കെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്ത് മോള് അനുഭവിക്കേണ്ടി വരുമല്ലോ. പെൺകുട്ടി ഒരു ആൺകുട്ടിയാണെങ്കിൽ കറുത്താ കുഴപ്പമില്ല, പക്ഷെ പെൺകുട്ടിയാണെങ്കിൽ കഴുത്ത എന്താണോ കുഴപ്പം അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാന് എപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട് അതിനെ പറ്റിട്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഇതാണ് ക്വസ്റ്റ്യൻ, ആരെപ്പോലെയാ കാണാൻ, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നല്ല ഫസ്റ്റ് ചോദിച്ചത്. അത് ഞാനും കണ്ടീഷൻഡാണ്. എനിക്കും ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ കൈൻ്റെ എപ്പം നോക്കിയാലും ഞാൻ പണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കൈ വെച്ചോക്കെ കണ്ട എന്തൊരു ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതൊന്നും എനിക്ക് തുറന്നു പറയുന്നില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യണ പിള്ളേരുണ്ട് ഇപ്പോഴും. ഞാൻ അവരുടെ പറയുന്നത് അവർ ചെയ്യണ്ട, അതിനൊന്നും ആവശ്യമില്ലാന്ന്. ഈ പറയുന്നു ഇവര് പറയുന്നു ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ബേസിക്കലി ഈ സൊസൈറ്റി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയാളി സൊസൈറ്റി. അവരുടെ ബ്യൂട്ടി കോൺസെപ്റ്റ്സ് ഒക്കെ ഭയങ്കര വിയേർഡാണ്. അല്ല, ബ്യൂട്ടി കോൺസെപ്റ്റ്സ് കളറിൽ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ തരത്തിലും ഉണ്ട്. നിറം മാത്രമൊന്നുമല്ല അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സൗന്ദര്യ സങ്കല്പങ്ങളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ പിന്നെ വരുന്ന ചോദ്യം അതിന്റെ ജാതിയാണ്, പിന്നെ വരുന്ന ചോദ്യം അതിന്റെ ക്ലാസ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികാരം കാണിക്കാൻ അവസരം കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാവരും ഇത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, കുശലാന്വേഷണങ്ങളാണെങ്കിൽ പോലുവേ ആൾക്കാർ ഹേർട്ട് ചെയ്യാനാണ് ആദ്യം ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഇത്ര തടി ഉണ്ടായിരുന്നില്ലല്ലോ, നന്നായി തടിച്ച് നല്ലോണം ചീർത്ത് പോയി, സാർ എന്തെങ്കിലും ചെയ്തുകൂടെ? സ്നേഹം കൊണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് എപ്പം കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത് എന്തോന്നറിയാം, എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. ഞാനിപ്പോ ഒരു പടം ചെയ്യുന്നുണ്ട് ബ്രോ, അതിനെപ്പറ്റി ചോദിക്കും നിങ്ങള്.